മലയാളം ബിഗ് ബോസ് സീസൺ 7 അങ്ങനെ അനുമോളും അക്ബറും തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുകയാണ്. അനുമോൾ പറയുന്നുണ്ട്, ഞാൻ ഇക്കാനോട് ചെയ്ത എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കുകയാണ്. ഇനി നിങ്ങൾക്കൊരു സൗഹൃദ സംഭാഷണമാകാമെന്നൊക്കെ നെവിനും വാതിലേക്ക് അവിടെ നിന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം തുറന്ന് പറഞ്ഞ് ഒരു സോറിയൊക്കെ പറഞ്ഞേക്കെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ അന്ന് ആ ഒരു ടാസ്കിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിലും ഞാൻ ശരിക്കും അത് ഞാൻ പറഞ്ഞു പോയി, അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞു പോയി, അത് ഞാൻ സോറി പറയുന്നുണ്ട്. ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട്, നീ ഇങ്ങനെ വന്ന് സോറി ഒന്നും പറയല്ലേ, ഞാനാണെങ്കിൽ നിനക്കെതിരെ ഒരു റാപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ്, ഞാനത് പാടാൻ നിൽക്കുമ്പോഴാണ് നീ ഇപ്പോൾ ഒന്ന് സോറി പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അവർ രണ്ടുപേരും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ചെയ്തു, അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുമല്ലോ എന്ന് പറയുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും വന്ന അന്ന് തൊട്ടേ സിങ്ക് ആവുന്നേ ഇല്ല എന്ന് അക്ബർ പറയുന്നുണ്ട്. അത് ശരി, ആ ബെഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും എന്ന് അനുമോൾ പറയുന്നുണ്ട്. അത് തൊട്ട് നമ്മൾ രണ്ടുപേരും അടിയാണെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും അക്ബർ ആഗ്രഹിച്ച കാര്യം തന്നെ സാധിച്ചിരിക്കുകയാണ്. അനുമോൾ അന്ന് ആ ഒരു വാക്ക്, ആ ഒരു പാവ ടാസ്കിൻ്റെ ഇടയിൽ പറഞ്ഞത് അക്ബറിന് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അക്ബറിന് വേദനിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അതിന് ഞാൻ സോറി തന്നെ ഞാൻ പറയുന്നു എന്ന് പറയുന്നുണ്ട്. സോറി അനുമോൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് അക്ബർ എപ്പോഴും പറയുമായിരുന്നു. എന്താണെങ്കിലും അക്ബറിൻ്റെ ആ ഒരു പ്രശ്നം അനുമോൾ തീർത്തു കൊടുത്തിരിക്കുകയാണ്. ഞാൻ ചെയ്ത എല്ലാ പ്രശ്നങ്ങൾക്കും സോറി, എല്ലാവരോടും എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കുകയാണ് അനുമോൾ.